ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഫാമിലിയിൽ നിന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ചില സമയങ്ങളിൽ ചിലവർ പറയുന്നുണ്ട് അവർ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചീത്തയൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ചില സമയത്ത് ഉണ്ടാകുന്ന സഹതാപത്തോടെയുള്ള നോട്ടം മതി അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്യാനായിട്ട്. ഇപ്പം അത് എനിക്ക് ഇന്ന വിഷമമുണ്ട്, ഇൻഫെർട്ടിലിറ്റിയിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ ചിലപ്പോൾ തുറന്ന് കാണിക്കുന്നുണ്ടാവില്ല ഫാമിലീൻ്റെ കേസിലൊക്കെ. കാരണം നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ അവരും വിഷമിക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും അവരവരുടെ സങ്കടങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ട് നടക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ച് നിരന്തരമായിട്ട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മാസവും ഇങ്ങനെ പീരീഡ്സ് ആയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആ ഒരു തരത്തിലുള്ള ഡിസ്കഷൻസ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതും, ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് വരുന്നതിനെ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുമ്പം അവർക്കത് ഭയങ്കരമായിട്ടുള്ള കംഫർട്ടബിൾ ഫീലിങ്ങും സപ്പോർട്ടും ഫീൽ ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എന്നോടൊരാൾ എന്താ വിശേഷമായില്ലേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊന്നും കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ അതിന് മറുപടി കൊടുക്കുകയാണ്, നിങ്ങളത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ പറയുമ്പം അവിടെയാണ് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഫീലിംഗ് അവർക്ക് കിട്ടുക. സോ ആ ഒരു തരത്തിലുള്ള സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്.